മുമ്പ് ഇതുപോലൊരു പുതുവത്സര ദിനത്തിൽ താങ്കൾ ചെയ്തൊരു റിപ്പോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന് പുതുവത്സര ദിനമാണ്, നിങ്ങളിലേക്കൊരു നല്ല വാർത്ത എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കൂട്ടക്കൊലയെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ നിഥാരി വധക്കേസിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ ജേർണലിസം ജീവിതത്തിൽ എന്നെ എത്രയധികം വേദനിപ്പിച്ച വേറൊരു സംഭവമില്ല. ആരെയും വേദനിപ്പിക്കുക ആ സംഭവം. നിഥാരി കൂട്ടക്കൊല എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നിഥാരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഒന്ന് രണ്ട് കുട്ടികളെ തുടർച്ചയായിട്ട് മിസ് ചെയ്യുന്നു. കുട്ടികളെ മിസ് ചെയ്യുന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ചേരി പ്രദേശത്തെ കുട്ടികളാണ് ഈ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അപ്പോൾ ഈ കുട്ടികൾ മിസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ആ സ്ഥലം ഒന്ന് പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നു. ആ പ്രദേശം പരിശോധിക്കുമ്പം അവിടുത്തെ ചില ഓടകളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഫോറൻസിക് പരിശോധനയിൽ അതൊക്കെ കുട്ടികളുടേതാണ്. ആ അന്വേഷണം ഒരു വീട്ടിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ആ വീട്ടിൽ ഒരാൾ പുറത്തിറങ്ങി ഈ കുട്ടികൾ, ഈ ചേരിയിൽ നിന്നുള്ള കുട്ടികൾ പോകുമ്പം അവർക്ക് മിഠായിയൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകും. എന്നിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് അവരെ സെക്ഷുവലി അബ്യൂസ് ചെയ്യും. അതിനുശേഷം അവരെ കൊല്ലും. ആ വീട് പരിശോധിച്ചപ്പോൾ ബാബു, അതിൻ്റെ വാട്ടർ ടാങ്കിൽ വരെ കുട്ടികളുടെ മൃതദേഹങ്ങളുണ്ടായിരുന്നു. 10-20 കുട്ടികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ചേരികളിലെ കുട്ടികളായതുകൊണ്ട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അവർ ചിലപ്പോൾ മിസ്സിങ് ആകും, സ്വാഭാവികമായി മിസ്സിങ് ആകും. അവരൊക്കെ ഓടിപ്പോവും. ചിലപ്പോൾ ഡൽഹിയിലേക്കൊക്കെ ഓടി വന്ന് എവിടെയെങ്കിലുമൊക്കെ പണിയെടുക്കും. അപ്പോൾ ഇത് അവിടുത്തെ ഒരു സ്വാഭാവിക കാര്യമായതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല. പക്ഷേ ചിലർ ഈ കാര്യത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഈ അന്വേഷണം ഈ വീട്ടിലേക്ക് എത്തുകയും ഈ കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. 10-20 പിഞ്ച് കുഞ്ഞുങ്ങളാണ് സെക്ഷുവലി അബ്യൂസ്ഡായി മർഡേർഡ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ അസ്ഥികൂടങ്ങൾ വെച്ചുകൊണ്ടൊരു മനുഷ്യൻ ഒരു വീട്ടിൽ ജീവിക്കുകയാണ്. ആ അസ്ഥികൂടങ്ങൾക്കിടയിൽ, ഡെഡ് ബോഡികൾക്കിടയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്. എന്തൊരു ഹൃദയഭേദകമായ സാഹചര്യമാണ്. ചില സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതും ഒരു പുതുവർഷ സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാധാരണ പുതുവർഷം എന്ന് പറയുന്നത് നല്ല വാർത്തകൾ സംഭവിക്കുന്ന, നല്ല വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശംസിക്കുന്ന തന്നെ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ, നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ എന്നൊക്കെയല്ലേ പറയുന്നത്. ആ സമയത്താണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നത് ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.